ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 50-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 100 ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു റൂളാണ്. ഇതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്, ഡിവിസിബിലിറ്റിയുടെ ലാസ്റ്റ് പാർട്ടാണിത്. ഓക്കെ, ഇപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 100ൽ സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ത് ചെയ്താൽ മതി? ഒരു നമ്പറോ ഡിവിസിബിൾ ബൈ 100 ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് അല്ലേ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്തായിരിക്കണം? 00 ആയിരിക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ് 00 ആണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും ഡിവിസിബിൾ ബൈ 100 ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോഴും 1500 അല്ലേ, 1500 ലാസ്റ്റ് 2 ഡിജിറ്റ് 00 ആണ്. ഉറപ്പായിട്ടും ഈ നമ്പർ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 100 ആയിരിക്കും. നമുക്ക് അറിയാവുന്നതാണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 100 ആയിരിക്കും. ഓക്കെ, വലിയ നമ്പേഴ്സ് ഒക്കെ അതുപോലെ വരുവാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 00 ആണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 100 ആയിരിക്കും. ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 100. സിമ്പിൾ ആണ്, എന്നാലും ഇതുകൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 100ൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദി നമ്പർ മാത്രം ചെക്ക് ചെയ്യുക. 00 ആണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 100 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 100. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ട്രിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ